ഹലോ ഗൈസ്, ഞാൻ അനോമി എന്ന മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. മലയാളത്തിലേക്ക് കുറെ നാൾക്ക് ശേഷം ഭാവന വീണ്ടും വന്നിരിക്കുകയാണ്. ഭാവന റഹ്മാൻ കൂട്ടുകെട്ടിലിറങ്ങിയ റിയാസ് മാറാത്ത് സംവിധാനം ചെയ്ത പടമാണ് അനോമി. ഈ പടത്തിനെ കുറിച്ച് ഒരു റിവ്യൂ അല്ല, എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പടം ഒരു ത്രില്ലർ പടമാണ്. ഇതിൽ ഭാവനയുടെ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു സാറ എന്ന ഒരു പെൺകൊച്ചി തൻ്റെ അനിയന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു സിസ്റ്റർ. അതാണ് ഭാവനയുടെ കഥാപാത്രം. തൻ്റെ അനിയന്റെ മരണവും ആ മരണത്തിന് കാരണമായ കൊലയാളി ആരാന്ന് കണ്ടുപിടിക്കാനുള്ള അതിന് ഏതറ്റം വരെ പോകാനും തയ്യാറായി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഭാവന ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഭാവന കഥാപാത്രം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഹ്മാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആദ്യം ഒരു മടിയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അവതരിപ്പിച്ചത്. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ ഈ മടിയനാവുന്നതിന്റെ കാരണങ്ങളൊക്കെ എന്താന്നുള്ളത് ഒരു കഥ സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ കഥയൊന്നും നമുക്കൊരു കണക്ഷൻ ആവാത്ത രീതിയിലാണ് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂർ തന്നെ ഇന്റർവെൽ വന്നിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് തന്നെ ഫസ്റ്റ് ഹാഫ് പോയിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല ലാഗിങ് ഉണ്ടായിരുന്നു. ലാഗിങ് എന്ന് പറഞ്ഞാൽ കുറെ ഇമോഷണലൊക്കെ കയറി വന്നിട്ട് കുറച്ചൊരു ത്രില്ലർ പടത്തിൽ നന്നായിട്ട് ഇമോഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും, അപ്പൊ ആ രീതിയിലൊരു കുറച്ച് എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഒരു വ്യത്യസ്തമായ ട്വിസ്റ്റോട് കൂടിയ ക്ലൈമാക്സ്, നമ്മുടെ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു ക്ലൈമാക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നതിന്റെ വിഷ്വൽ, അത് നമ്മൾ കേരളത്തിൽ തന്നെയാണോ ഷൂട്ട് ചെയ്തെന്ന് തോന്നും. അത്രയും നല്ലൊരു ഒരു ബോളിവുഡ് സിനിമ കണ്ടൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. പടം ഒരു ത്രില്ലർ പടമാണ്. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിനുണ്ട്. ഒരു വ്യത്യസ്തമായ കഥ. പടം കണ്ടിരിക്കാൻ കുഴപ്പമില്ല. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടാവില്ല. റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്തെ സിനിമകളിലൊക്കെ റഹ്മാനൊക്കെ നന്നായിട്ട് ആക്റ്റീവായി നിന്ന ആളായിരുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നല്ലൊരു ആക്റ്റീവ് റോളും കാര്യമൊന്നും കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നു. പക്ഷെ റഹ്മാനൊക്കെ നല്ലൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാക്കി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഈ പടത്തിനെ കുറിച്ച് ഓവറോൾ പറയാനുള്ളത് വൺ ടൈം വാച്ചബിൾ ആണ്. ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ എവിടേക്കോ കുറെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എവിടേക്കോ കുറെയൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് പടത്തില്. പിന്നെ പറയുകയാണെങ്കിൽ 2.5 മണിക്കൂർ ഉണ്ട് പടം. പക്ഷെ 2.5 മണിക്കൂറിനൊന്നും ആവശ്യമില്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ പടം തീർക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഇത് വേണ്ടായിരുന്നു, ഇങ്ങനൊന്നും ഇത്ര ഇമോഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്രയൊക്കെ സീനുകളൊന്നും ആവശ്യമില്ലായിരുന്നു വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടം നമുക്ക് പടത്തിലെ കഥാപാത്രങ്ങൾ നമുക്ക് ഫീലിങ്സ് ഒന്നുമില്ല. ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്ക് കൂടി പടം കാണുമ്പോൾ നമുക്ക് കൂടി ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് അങ്ങനെ വെറുതെ എവിടെയോ നടക്കുന്ന കഥ അതിനെ കുറിച്ചുള്ള അന്വേഷണം കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷെ ഇതിന്റെ വിഷനും ഇതൊക്കെ ആയിട്ട് ഏതോ ഒരു രാജ്യത്ത് നടക്കുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായം ഇത്രയാണ്. അപ്പൊ എല്ലാവരും പടം പോയിരുന്ന് കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.